കേരളത്തിന്റെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ GST ഇനത്തിൽ 85 കോടി രൂപ അനധികൃതമായി കൈവശപ്പെടുത്താൻ അദാനി പോർട്സ് നടത്തിയ നീക്കം CAG കണ്ടെത്തുകയും സർക്കാർ ഇത് കർശനമായി തടയുകയും ചെയ്തിരുന്നു. കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കൈക്കലാക്കിയ ഈ തുക ദിവ്യ SIR MD ആയ തുറമുഖ കമ്പനി വിജയകരമായി തിരിച്ചുപിടിച്ചു. എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പിണറായി സർക്കാർ അദാനിയുടെ അപേക്ഷ നിരസിക്കുകയായിരുന്നു. ഇതുകൂടാതെ കൃത്യമായ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സമർപ്പിക്കാതെ ഉൾപ്പെടെയുള്ള കരാർ ലംഘനങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടെ 15 കോടി രൂപയുടെ പിഴയും അദാനിക്ക് ചുമത്തിയിട്ടുണ്ട്. തുറമുഖ കമ്പനി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും കോർപ്പറേറ്റ് ഭീമനായ അദാനി ഗ്രൂപ്പ് കൃത്യമായ മറുപടി നൽകാത്തത് ഗുരുതരമായ അനാസ്ഥയാണ് വ്യക്തമാക്കുന്നത്. വൻകിട വികസന പദ്ധതികളിൽ പൊതുഖജനാവ് ചോർന്നു പോകാതെ കാക്കാൻ ഇത്തരം ഓഡിറ്റിങ്ങുകളും കർശനമായ ഉദ്യോഗസ്ഥ നിലപാടുകളും അത്യന്താപേക്ഷിതമാണ്. കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് മുന്നിൽ നിയമവാഴ്ച ഉറപ്പാക്കുന്ന ഇത്തരം സുതാര്യമായ ഭരണ നടപടികൾ വരും പദ്ധതികൾക്കും മാതൃകയാണ്. ജനാധിപത്യപരമായ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ചുള്ള ഈ നിർണായക വിവരം എല്ലാവരിലേക്കും പങ്കുവയ്ക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു.